കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനവുമായി നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതായ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 12 കണ്ടിന്യൂവേഷനാണ് ഇന്ന് നമുക്ക് പഠിക്കുവാൻ ആയിട്ടുള്ളത്. I welcome and greet you all for our regular Bible study. Today we are going to continue the studies which we did started last week. Last week we were studying about from the chapter of 12, Matthew chapter of 12. The beginning part we studied. ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് അവരെ കുറ്റം പറഞ്ഞതായ പരീശന്മാരുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി വാദിക്കുന്നത് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. തുടർന്ന് കർത്താവ് ഒരു കൈവരണ്ട മനുഷ്യനെ സൗഖ്യമാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പരീശന്മാർക്ക് അത് ഇഷ്ടമായില്ല. കാരണം യേശു അത് ചെയ്തത് ശബത്ത് നാളിലാണെന്ന് പറഞ്ഞ് അവര് കുറ്റാരോപണം നടത്തുകയായിരുന്നു. ശിഷ്യന്മാര് യേശുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വിശന്നിട്ട് കതിര് പറിച്ച് അവര് കയ്യിൽ വെച്ച് ഞെരടി അത് തിന്നത് ശബത്തിൽ വയൽ കൊയ്യുന്നതിനും അതിൻ്റെ ഉമി കളയുന്നതിനും പാറ്റുന്നതിനുമൊക്കെ തുല്യമായിട്ട് ഒരു ജോലിയാണെന്ന് പറഞ്ഞ് അവർ കുറ്റം പറഞ്ഞു. ഇവിടെ യേശുവിനെ ശബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞ് അവര് കുറ്റാരോപണം നടത്തിയതാണ് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്. ശബത്ത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഈ ഭൂമിയുടെയും നന്മയ്ക്കു വേണ്ടി ദൈവം വെച്ചിരുന്ന ഒന്നാണ്. എന്നാൽ യഹൂദന്മാരത് മനുഷ്യർക്ക് ഭാരമാകുന്ന നിലകളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഈ പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് ആത്മീകമായ ഒരു ശബത്ത് അനുഭവമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം അക്ഷരികമായിട്ട് ശബത്ത് കീപ്പ് ചെയ്യുന്ന ഒരു രീതിയില്ല എന്ന് ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനമാണ് അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത്. ഇന്ന് തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 17 വാക്യം മുതലാണ്. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 17 ഓൺവേർഡ്സ്. ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായ ചില വിഷയങ്ങൾ ആണ് നമുക്ക് പഠിക്കേണ്ടത്. എല്ലാം ഒത്തിരിയും വിവരിച്ച് നമ്മൾ പഠിക്കുവാൻ സമയം എടുക്കുന്നില്ല. ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചിട്ട് നമുക്ക് തുടരാം. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 17. ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല. ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളകയില്ല. പുകയുന്ന തിരി കെടുത്തിക്കളകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. കർത്താവ് കൈവരണ്ട മനുഷ്യനെ സൗഖ്യമാക്കിയ ശേഷം തന്നെ പ്രസിദ്ധമാക്കരുതെന്ന് അവരോട് ആജ്ഞാപിച്ചു. അതിനുശേഷം ഇവിടെ യെശയ്യാ പ്രവചനം 42 അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രവചന ഭാഗമാണ് എടുത്തു പറഞ്ഞിട്ടത് നിവൃത്തിയായി എന്ന് പറഞ്ഞിരിക്കുന്നത്. താഴെ നമ്മൾ വായിക്കുന്നുണ്ട്, ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ സൗഖ്യമാക്കി എന്നുള്ള കാര്യം. അവിടെയും
പരീശന്മാർ യേശുവിനെ കുറ്റാരോപണം നടത്തുകയായിരുന്നു. ഇവൻ പിശാചിന്റെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ്, ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞ് അവര് കുറ്റാരോപണം നടത്തി. യേശു അവിടെ പറഞ്ഞത്, സാത്താൻ തന്നിൽ തന്നെ ചിദ്രിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പോൾ ഇവിടെ പല ചോദ്യങ്ങളുണ്ട് നമുക്ക്. ഒന്ന്, ആരാണ് ഈ ഭൂതങ്ങളെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഗ്രൂപ്പ്? പിശാചുണ്ട്, ഭൂതങ്ങളുണ്ട്, അത് റിയൽ ആണ്. ഡീമൻസ് ആർ റിയൽ. അത് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സാത്താനും ഡീമൺസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡീമൺസിന്റെ, ഭൂതങ്ങളുടെ ഉത്ഭവം എങ്ങനെയാണ്? പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. പിന്നീട് ഭൂതങ്ങൾക്ക് മനുഷ്യരിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? അവരെന്തൊക്കെ ചെയ്യും? ഭൂതങ്ങൾക്ക്, സാത്താന് ഒരു രാജ്യമുണ്ടോ? കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നല്ലോ. സാത്താന്റെ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നാം ഇവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇത് ഇവിടെയുണ്ട്. ആരെങ്കിലും ആത്മാവിന് 31 വാക്യത്തിൽ സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവരോട് ക്ഷമിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ക്ഷമിക്കപ്പെടാത്ത പാപം എന്താണ്? ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സമയത്തിന്റെ അനുസരിച്ച് ഒരുമിച്ച് ചിന്തിക്കാം. ആദ്യം നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസൻ, ദിസ് ഈസ് മൈ സെർവന്റ്. ആരാണ് ഈ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത്? ഹു ഈസ് ദിസ് സെർവന്റ്? യെശയ്യാ പ്രവചനം നമ്മൾ പഠിച്ചാൽ ഈ ഭാഗം യെശയ്യാ പ്രവചനം 42 അധ്യായത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അതിന്റെ 1 വാക്യം മുതലാണ്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല എന്നീ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണെന്ന് ഞാൻ ഓർപ്പിച്ചു. യെശയ്യാ പ്രവാചകൻ ഈ ദാസൻ എന്ന ആ പദം 3 നിലകളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. we can see threefold meaning of this word servant. ഒന്നാമത് നമ്മൾ കാണുന്നത് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. യെശയ്യാവ് 41:8 നോക്കുക. ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 8, നീയോ എന്റെ ദാസനായ ഇസ്രായേലേ. സോ ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഇസ്രായേൽ, എ സെർവന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദാസനായ ഇസ്രായേൽ. ഈ 42 അധ്യായത്തിൽ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ജീസസ് ദ സെർവന്റ് ഓഫ് ഗാഡ്. മറ്റൊരു അർത്ഥം നമുക്ക് കാണാൻ പറ്റുന്നത് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെയാണ്. 54 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം അത് കാണുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും, യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ യെശയ്യാവ് 54:17 പറഞ്ഞിരിക്കുന്ന ആ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നത് ദൈവജനത്തെ എല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ ഇസ്രായേലിനെ കുറിച്ച്,
കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് ഞാൻ ഓർപ്പിച്ചല്ലോ. ഒന്നാമതായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി ജാതികൾക്കൊരു പ്രകാശമായി തീരുവാനുമാണ് ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ ദാസനെ ദൈവം തെരഞ്ഞെടുത്തത്. എന്നാൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ ആ വിഷയത്തിൽ പരാജയപ്പെട്ടുപോയി. അവര് കപടഭക്തിക്കാരായി തീർന്നു. ദൈവം ഉദ്ദേശിച്ച കാര്യം അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നാം ഇവിടെ വായിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ ദാസൻ ഈ ഭൂമിയിൽ കടന്നുവന്ന് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ അത് നിവർത്തിയായി എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. നാം തിരുവചനത്തിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ വിഷയം നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ്. നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. അത് നമുക്ക് ആ സ്വരൂപവും നമ്മുടെ ആ ഷെയ്പ്പുമെല്ലാം പാപത്തിന്റെ ഫലമായി നമുക്ക് നഷ്ടമായി പോയി. അത് നമുക്ക് തിരിച്ചു തരുവാൻ, നമ്മെ യേശുവിനെ പോലെ ആക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ പ്രത്യേകം ദൈവത്തിൽ കാണുവാൻ കഴിയുന്നത്, കർത്താവ് തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, ഗുരുവും കർത്താവുമായ ഞാന് നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്യുവീൻ എന്ന് 14-ാം വാക്യം വായിക്കുന്നു. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്തതുപോലെ ദൈവമക്കളും ചെയ്യണം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ട മറ്റൊരു കാര്യം കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഭാഗമാണ്. 1 പത്രോസ് 2-ന്റെ 21-ാം വാക്യം ഞാൻ വായിക്കുന്നു. ക്രിസ്തുവും അത് ദൈവത്തിന് പ്രസാദം തന്നെയല്ലോ, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ആ കർത്താവിന്റെ മാതൃകയെ പിൻപറ്റുവാൻ, കഷ്ടമനുഭവിക്കുന്ന വിഷയത്തിലും ശുശ്രൂഷയുള്ള ബന്ധത്തിലും കർത്താവിന്റെ മാതൃകയെ പിൻപറ്റുവാനാണ് ദൈവത്തിന്റെ ദാസന്മാരായ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. ഈ ദൈവത്തിന്റെ ദാസൻ എങ്ങനെയുള്ള ശുശ്രൂഷയാണ് ചെയ്യുന്നത്? ഹൗ ഡസ് ദി സെർവന്റ് മിനിസ്റ്ററി ഓർ വർക്കിംഗ്? അവിടെ നമ്മൾ കാണുന്നത് ഹി വിൽ ആക്ട്, വർക്ക് ഓർ മിനിസ്റ്റർ ടെൻഡർലി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വായിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും, നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവിധിയിൽ അവന്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല, ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയുകയുമില്ല. അപ്പോഴവന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ദയോടുകൂടിയ ശുശ്രൂഷയായിരിക്കും എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അത് നമ്മൾക്ക് ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയപ്പോൾ മാത്രമല്ല കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങിയത്. നാം തിരുവചനത്തിൽ വായിച്ചാൽ ഏദൻ മുതൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവർക്ക് തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി
അവരെ അണിയിച്ചത് മുതൽ ആ ശുശ്രൂഷ തുടങ്ങുകയാണ്. അബ്രഹാമിനു വേണ്ടി, യാക്കോബിനു വേണ്ടി, ജേക്കബിനു വേണ്ടി, അങ്ങനെ ആ ശുശ്രൂഷ പഴയ നിയമത്തിൽ നമുക്ക് ധാരാളം കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ശമരിയ സ്ത്രീക്ക് വേണ്ടി, പരീശനായ ശീമോന്റെ വീട്ടില് ലാസറിനു വേണ്ടി, ഗദസമനയിൽ, കാൽവറിയിൽ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന് അങ്ങനെ എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിനെയാണ്, ആ ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് തന്നെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഐ ആം എമംഗ് യു ആസ് എ സെർവന്റ്. ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ദാസനെ പോലെ, ശുശ്രൂഷിക്കുന്നവനെ പോലെ എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ കർത്താവിന്റെ പ്രത്യേകത നമ്മളിവിടെ വായിക്കുന്നത്, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. കർത്താവ് ചെയ്ത ഒരു കാര്യവും കർത്താവിന്റെ പേരിനു വേണ്ടിയോ പ്രസിദ്ധിക്ക് വേണ്ടിയോ അല്ല. കർത്താവ് ഒരു കാര്യവും തന്റെ പേരിനു വേണ്ടി അങ്ങനെ എഴുതിയിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. മാത്രമല്ല, അവന്റെ ദൈവത്തിന്റെ ആത്മാവ് ഈ ദാസന്റെ മേൽ അല്ലെങ്കിൽ യേശുവിന്റെ മേൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കർത്താവ് ചെയ്തു വെച്ചതായ ശുശ്രൂഷ ദൈവത്തിന്റെ ദാസിദാസന്മാരാകുന്ന നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വളരെ അവൻ ദയോടുകൂടെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹി വിൽ നോട്ട് ബ്രേക്ക് എ ബ്രൂയിസ്ഡ് റീഡ്, ഹി വിൽ നോട്ട് ക്വഞ്ച് എ സ്മോൾഡറിംഗ് വിക്ക്. പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. തിരുവചനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസ് 3 times he betrayed Jesus. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ് അവൻ. അവൻ ഒരു ചതഞ്ഞയോടെയാണ്. ചതഞ്ഞയോടെ പറഞ്ഞാൽ ബലമില്ലാത്ത ഒരു ചെടിത്തണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോഴൊരു ബലമില്ലാത്ത ഒരു ചെടിത്തണ്ട് പോലെ ബലഹീനമായി പോയവരെ അവൻ താങ്ങി യഥാസ്ഥാനപ്പെടുത്തുന്നു എന്നാണ് ഞാനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞുവെങ്കിലും പ്രത്യേകം പത്രോസിനെ കർത്താവ് അന്വേഷിച്ച് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പ്രത്യേകം പറയണമെന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തോമസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം സംശയിക്കുന്ന ആളായിരുന്നു. എന്നാൽ ആ തോമസിനെയും കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയെന്ന് നമ്മൾ വായിക്കുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലെ ദാവീദിനെ നോക്കുക. ഹി മെസ്ഡ് അപ്പ് ഹിസ് ലൈഫ്. അവന്റെ ജീവിതം അവൻ പാപത്തിന്റെ ആ ഫലമായിട്ട് അവൻ ആകെ കുഴച്ചു കളഞ്ഞ അനുഭവമാണ്. എന്നാൽ അവൻ ആ ദാവീദിനെ ദൈവം തള്ളിക്കളയാതെ യഥാസ്ഥാനപ്പെടുത്തി. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഹി കംഫോർട്ട് മോണേഴ്സ്, ഹി ഹീൽ ദ സിക്ക്. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. പഴയ നിയമത്തിലൊരു പ്രവാചകനാണ് യോന. അദ്ദേഹം ദൈവത്തിന്റെ വഴി വിട്ടുപോയ ആളാണ്, അനുസരണക്കേട് കാണിച്ച ആളാണ്. എന്നാൽ ആ ചതഞ്ഞയോടെയും ആ പുകയുന്ന തിരിയെ പോലെയുള്ള അനുഭവത്തിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ തള്ളിക്കളയാതെ യഥാസ്ഥാനപ്പെടുത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. ഏലിയാവിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞാൽ, ലോർഡ് ദിസ് ഈസ് ഇനഫ്, ടേക്ക് മൈ ലൈഫ്. മതി കർത്താവേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനല്ല, എന്നെ അങ്ങ് എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചയാളാണ്. എന്നാൽ അവനെയും ദൈവം ബലപ്പെടുത്തിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. നാം വെളിപ്പാട് പുസ്തകത്തിലെ സഭയുടെ ദൂത് പറയുമ്പോൾ പുകയുന്ന ആ തിരി പോലെ മങ്ങിയ പ്രകാശമുള്ള അനുഭവമായിരുന്ന ആ സഭകളെ ദൈവം സ്നേഹിച്ച് അവരെ ഉണരുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വേക്കപ്പ്, ഉണരുക എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ദാസൻ ഹിസ് ഡിപ്പെൻഡൻസ് നോക്കുക. അവൻ
ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. എല്ലാത്തിലും കർത്താവ് പിതാവായ ദൈവത്തെ ആശ്രയിച്ചിരുന്നു എന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നത്. സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും വഹിക്കുന്നവനുമാണെങ്കിലും ആ കർത്താവ് എപ്പോഴും ഈ ലോകത്തിലായിരുന്നപ്പോൾ ആ മനുഷ്യവാസമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്ന കർത്താവ് പിതാവായ ദൈവത്തെ എപ്പോഴും ആശ്രയിച്ചിരുന്നു. എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവൻ പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്, അവൻ ചെയ്യുന്നത് കാണുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എപ്പോഴും പിതാവിനെ ആശ്രയിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. അവൻ പിതാവിനെ പ്രസാദിപ്പിച്ചു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. മാത്രമല്ല അവൻ ഒച്ചയുണ്ടാക്കിയില്ല. ഡിസിപ്ലിൻഡ്, മിതമായ സംസാരം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്റെ പ്രസിദ്ധിക്ക് വേണ്ടി, പേരിനു വേണ്ടി അവൻ ഒന്നും ചെയ്തിരുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 50:4 നാം ഇങ്ങനെയാ വായിക്കുന്നത്: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. തളർന്നിരിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ ദാസനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നവനാണ്. നമ്മുടെ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നാം ചതഞ്ഞ ഒരു ഓടത്തണ്ട് പോലെ, പുകയുന്ന ഒരു തിരി പോലെ നമ്മുടെ ജീവിതമായിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ആ കർത്താവിന്റെ ശുശ്രൂഷ നമ്മെ ബലപ്പെടുത്തും, നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. അവന്റെ അരികിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല എന്നുള്ള പരാതിയല്ലാതെ, ഞാൻ കഴുകേണ്ടതിന് നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതല്ലാതെ കർത്താവ് അവന്റെ അരികിൽ വരുന്ന ആരെയും തള്ളിക്കളയുകയില്ല. ആ കർത്താവിന്റെ മേൽ തന്റെ ആത്മാവ്, ആ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചിരുന്നത് പോലെ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആ സഭയ്ക്കും ആ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നാനമേറ്റപ്പോൾ യോർദാൻ നദിയിൽ വെച്ച് ഉണ്ടായ ആ പരിശുദ്ധാത്മാവിന്റെ ആ പകർച്ച നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കും ആവശ്യമാണ്. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ നിറവോടുകൂടെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവകരങ്ങളിൽ നമ്മെയും നമുക്ക് സമർപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പത്രോസിനെ കുറിച്ച് പറഞ്ഞ ആ വാക്യം ഞാനൊന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. മർക്കോസ് 16:8 നാം ഇങ്ങനെ വായിക്കുന്നു. 7 മുതൽ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ പോയി എന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഞാൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവീൻ. നോക്കുക, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്, ഗലീലയിലേക്ക് പോകുന്നു എന്ന് എന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുവിൻ. എന്തിനാണ് പത്രോസിന്റെ പേര് എടുത്തു പറഞ്ഞത്? കാര്യം അവനാണ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞത്. അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവനെയും കരുതുവാൻ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ പര്യാപ്തമായിരുന്നു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല, കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവന്റെ ശുഭാപ്തി വിശ്വാസത്തെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നു. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല എന്നാണ് നാം യെശയ്യാവ് 42:4 വാക്യത്തിൽ വായിക്കുന്നത്. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല. ദൈവത്തിന്റെ ദാസന്മാരായി നമ്മെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത് കർത്താവ് ചെയ്തു വെച്ച ശുശ്രൂഷ തന്റെ ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം തുടരണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആത്മീയമായ പോരാട്ടത്തിൽ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. എന്താണ്? പിതാവ് തന്നെ അയച്ച അതിന്റെ ഉദ്ദേശത്തിലും ആ വരുവാനുള്ള രാജ്യത്തിലും ഉറച്ച വിശ്വാസം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നത് പോലെ നമ്മോടുള്ള ബന്ധത്തിലും നാം ആ അന്ധകാര ശക്തികളുള്ള പോരാട്ടത്തിൽ ഉറപ്പുള്ളവരായി, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പോടുകൂടെ നാം ആയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രസാദകരമാകുന്ന
ദൈവത്തിന്റെ ഒരു ദാസിയായി ജീവിക്കുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. അടുത്ത വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതിവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ പ്രധാനമായ വിഷയം നമുക്ക് പഠിക്കുവാനുള്ളത്, ആരാണ് ഈ ഭൂതങ്ങൾ? എങ്ങനെയാണ് ഭൂതങ്ങൾ ഉണ്ടായത്? ഭൂതങ്ങൾക്ക് മനുഷ്യരെ ഉപദ്രവിക്കുവാനായിട്ട് കഴിയുമോ? ഇവിടെ ആ ഭൂതം അവനെ ഊമനും കുരുടനുമാക്കി എന്നാണല്ലോ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് ഡീമൺസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഡീമൺസ് ആർ റിയൽ. ആസ് ഡെവിൾ, പിശാചിനെ പോലെ തന്നെ ഈ ഭൂതങ്ങളും റിയൽ ആയിട്ടുള്ളതാണ്. While there is only one devil, there are numerous demons. പിശാച് ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ പിശാച്. എന്നാൽ ഭൂതങ്ങൾ അനേകമാണ്. എങ്ങനെയാണ് ഇതുണ്ടായത്? അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഇതിന്റെ സൈറ്റന്റെ ലിമിറ്റേഷൻസ് എന്താണ്? Satan can only be one spot at a time, but his servants are everywhere. പിശാച് ഒരാൾ മാത്രമാണ്. അവന് ഒരു സ്ഥലത്ത് മാത്രമേ ഒരു സമയത്ത് ആയിരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ അവന്റെ ദൂതന്മാരാണ് ഭൂതങ്ങൾ. അവര് എല്ലായിടത്തുമുണ്ട് എന്ന് നമുക്ക് ദൈവത്തിൽ കാണുവാൻ കഴിയും. എ ഡീമൺ ഈസ് എ സ്പിരിറ്റ് ദാറ്റ് ഹാവ് നോ ഫ്ലഷ് ഓർ ബോൺസ്. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ തൊട്ടു നോക്കുക. ഭൂതങ്ങൾക്ക് അസ്ഥിയോ മാംസമോ ഇല്ലല്ലോ, എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്ന് കർത്താവ് പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 39-ാം വാക്യമാണ്. ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കുവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ. അപ്പോൾ ഭൂതങ്ങൾക്ക് അസ്ഥിയോ മാംസമോ ഇല്ല എന്ന് കർത്താവ് പറഞ്ഞു. ഭൂതങ്ങൾ സംസാരിക്കും. ഡീമൺസ് ക്യാൻ സ്പീക്ക്. ഡീമൺസ് ക്യാൻ ഹിയർ. ഡീമൺസ് ക്യാൻ മേക്ക് ഡിസിഷൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1-2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമുക്കൊരു വാക്യം വായിക്കുവാൻ കഴിയുന്നത്. 1-ന്റെ-24-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവർ നിലവിളിച്ച്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നാണ് ഭൂതങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ഭൂതങ്ങൾക്ക് സംസാരിക്കുവാൻ പറ്റുമെന്നാണല്ലോ ഞാൻ ഓർപ്പിച്ചത്. 34-ാം വാക്യം, നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. അപ്പോൾ ഭൂതങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയും, ഭൂതങ്ങൾക്ക് കേൾക്കാൻ പറ്റും. 5-ാം അധ്യായം മർക്കോസ് 5-ന്റെ-6-ാം വാക്യം മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു, അവൻ ഉറക്കെ നിലവിളിച്ചു. ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ അവിടെയും ഒരു ഭൂതഗ്രസ്തന്റെ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഭൂതങ്ങൾ
വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന യാക്കോബ് 2:19 നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഡിസിഷൻ എടുക്കുവാൻ കഴിയും, സംസാരിക്കുവാൻ കഴിയും, ഇവർക്ക് കേൾക്കുവാൻ കഴിയും. ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അശുദ്ധാത്മാവ്, ഈവിൾ സ്പിരിറ്റ്, ദുഷ്ടാത്മാവ്, ഇങ്ങനെയാണ്. ഇവയുടെ ജോലി എന്താണ്? എപ്പോഴും ദൈവിക കാര്യങ്ങൾക്ക് എതിരായി നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ ജോലി. ദേ ആർ ഓൾവേസ് ഒപ്പോസ്ഡ് ടു ദ ഗോഡ്സ് വിൽ. ദൈവഹിതത്തിനെതിരായിട്ടാണ് എപ്പോഴും ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഭൂതങ്ങൾ ചില ആളുകളുടെ ഫിസിക്കൽ ബോഡിയെ ഡാമേജ് ചെയ്തിരിക്കുന്നത് നമുക്ക് ദൈവത്തിൽ കാണുവാൻ കഴിയും. ഇവിടെ ഒരുത്തനെ ഊമനും കുരുടനുമാക്കി, വേറൊരിടത്ത് ഒരു സ്ത്രീയെ കൂനിയാക്കി. ഇങ്ങനെ പല നിലകളിൽ ഭൂതങ്ങൾക്ക് ശരീരത്തെ തന്നെ ഡാമേജ് ചെയ്യാൻ പറ്റും. ദ സ്പിരിറ്റ് ഓഫ് ഇൻഫേമിറ്റി, ബലഹീനപ്പെടുത്തുന്ന ആത്മാവുണ്ട് എന്ന് നമുക്ക് തിരുവചനത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭൂതങ്ങൾക്ക് ബോഡിയില്ല. അവയ്ക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബോഡിയിൽ കയറിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഭൂതങ്ങൾക്ക് പറക്കാനായിട്ട് പറ്റത്തില്ല, അവയ്ക്ക് സഞ്ചരിക്കാനേ പറ്റത്തുള്ളൂ. വീണുപോകാത്ത ദൂതന്മാരാണെങ്കിൽ ദൂതന്മാർക്ക് ഏഞ്ചൽസ് ക്യാൻ ഫ്ലൈ, ബട്ട് ഡീമൺസ് ക്യാൻ ഓൺലി വാക്ക്. മാത്യു ചാപ്റ്റർ 12:43 അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഭൂതങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചല്ലോ, ഇവയുടെ ഉത്ഭവം എന്താണെന്ന് പല അഭിപ്രായങ്ങളാണുള്ളതെന്ന്. 1-2 അഭിപ്രായങ്ങൾ ഞാൻ പറയാം, നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. ഒന്നാമത് പറയുന്നത്, ആ ഭൂമിയിലെ ആദ്യമായിട്ട് വസിച്ചിരുന്ന ആളുകളെ ജലപ്രളയത്താൽ നശിപ്പിച്ചത് നമുക്കറിയാം. ദി ഓക്യുപ്പൻസ് ഓഫ് ദി ഫസ്റ്റ് എർത്ത് വെയർ ഡിസ്ട്രോയിഡ് ബട്ട് നോട്ട് അനിഹിലേറ്റഡ്. Their spirit seemingly still walk the earth as demons. അപ്പോൾ ഒരഭിപ്രായം ഇതാണ്, ജലപ്രളയ സമയത്ത് ജീവിച്ചിരുന്നതായ ആ ജീവിതങ്ങളെ ദൈവം പ്രളയത്താൽ നശിപ്പിച്ചു, എന്നാൽ അവയുടെ ആത്മാക്കളാണ് ഭൂതങ്ങളായി സഞ്ചരിക്കുന്നതെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വേറൊരു കൂട്ടം ആളുകൾ പറയുന്നത് fallen angels ആണ് ഈ ഭൂതാത്മാക്കൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ when Satan fell, he took with him at least 1/3 of all the angel host. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലൂസിഫർ അവനെ വെട്ടി താഴെയിട്ടപ്പോൾ, ദൈവത്തോട് മത്സരിച്ച ലൂസിഫർ അവനെ വെട്ടി താഴെയിട്ടപ്പോൾ ദൂതന്മാരിൽ 1/3 ഭാഗത്തെ അവൻ വശീകരിച്ച് ദൈവത്തിനെതിരായി സംസാരിച്ച് വശീകരിച്ച് വീഴ്പിച്ചു കളഞ്ഞു എന്ന് നാം കാണുന്നുണ്ട്. അവൻ കൊണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാളൻ ഏഞ്ചൽസ് ആണ് ഭൂതാത്മാക്കൾ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. നിങ്ങൾക്ക് അതിൽ യുക്തമായത് വിശ്വസിക്കാവുന്നതാണ്. അവരുടെ ദ ചീഫ് ഓക്യുപ്പേഷൻസ് ഓഫ് ദ ഡീമൺസ് ഈസ്, അവരുടെ പ്രധാനമായ ജോലി ഹറാസ് പീപ്പിൾ, മനുഷ്യരെ ദണ്ഡിപ്പിക്കുക, പീഡിപ്പിക്കുക എന്നുള്ളതാണ് അവയുടെ ജോലി. ഈ ഡീമൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് മനുഷ്യരിൽ പ്രവേശിക്കുവാൻ കഴിയുമോ? അതാണ് അടുത്തതായ ഒരു വിഷയം. ഭൂതങ്ങൾക്ക് മനുഷ്യരിൽ പ്രവേശിക്കുവാൻ കഴിയും എന്ന് ദൈവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാര്യം ഭൂതങ്ങൾ, ഡീമൺ പൊസസ്ഡ് പീപ്പിളിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് അടുത്ത നമ്മുടെ വിഷയം. നമ്മൾ അവയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? വിത്തൗട്ട് അവർ പെർമിഷൻ ഈവൻ ഗോഡ് നോട്ട് കം ടു അവർ ഹാർട്ട്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതില് തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടി ആ താഴെ കഴിക്കും. സോ ഇഫ് വി വാണ്ട് ടു റിസീവ് ജീസസ്, we need to open door, gate for God.
ദൈവത്തിന് നമ്മൾ വാതില് തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരത്തുള്ളൂ. ദൈവം എല്ലാം സൃഷ്ടിച്ചവനാണ്, മനുഷ്യന്റെ ഉടമസ്ഥനാണ്. എന്നാൽ മനുഷ്യന്റെ അനുവാദമില്ലാതെ ആരുടെയും ഹൃദയത്തിലേക്ക് അവൻ ചവിട്ടി കയറി പ്രവേശിക്കുന്നില്ല. മനുഷ്യർ മനസ്സോടെ അവന് ഹൃദയവാതിൽ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ കർത്താവ് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവിടെ വസിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഭൂതാത്മാക്കൾക്ക് കയറി അങ്ങ് ഒരു വ്യക്തിയെ പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. അവർക്ക് വാതില് തുറന്നു കൊടുക്കുകയാണെങ്കിൽ അവര് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മനുഷ്യര് മോഷണം, കള്ളം പറയുക, മോഷ്ടിക്കുക, മറ്റു പാപ സ്വഭാവങ്ങളൊക്കെ ചെയ്യുമ്പം അവര് പിശാചിന് വാതില് തുറന്നു കൊടുക്കുകയാണ്. When people commit that kind of sin, they are opening gate for demons. That is the way demons will enter, or they will get access to the heart of people. മനുഷ്യ ഹൃദയത്തിലേക്ക് അവർക്ക് പ്രവേശിക്കുവാനായിട്ട് അപ്പോൾ അനുവാദം ലഭിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവന്റെ ജോലി എന്താണ്? പിശാചിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ആഗ്രഹം അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാചിന് നമ്മൾ ഇടം കൊടുക്കുവാൻ പാടില്ല. അപ്പോൾ മറ്റൊരു കാര്യം, ദൈവമക്കളിൽ പിശാചിന് പ്രവേശിക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയിൽ ഒരു രാജാവിന് ഒരാൾക്ക് മാത്രമേ വസിക്കാൻ പറ്റത്തുള്ളൂ. ഒരാളെന്ന് ഞാൻ പറയുന്നത് ഒന്നുകിൽ ദൈവം, ഇല്ലെങ്കിൽ ഭൂതം. രണ്ടും കൂടെ ഒരിക്കലും പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിന്റെ ജനനത്തിന്റെ സമയത്ത് ഹേരോദാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. യേശു ജനിച്ചു, വേറൊരു രാജകുമാരൻ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഹേരോദാവിന് പ്രശ്നമായി. ഹേരോദാവ് യേശുവിനെ കൊല്ലുവാനായി ശ്രമിച്ചു. അപ്പോൾ ദൈവം ദൂതൻ മുഖാന്തരം ജോസഫിനെയും മറിയയും പെട്ടെന്ന് അവിടുന്ന് മാറ്റിയെന്ന് നമ്മൾക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ഹേരോദാവ് മരിച്ച ശേഷമാണ് അവിടേക്ക് വീണ്ടും യേശുവുമായിട്ട് ജോസഫും മറിയയും വരുവാൻ ആഗ്രഹിച്ചത്. അതിന്റെ കാര്യം എന്താണ്? അക്ഷരികമായിട്ടും രണ്ട് രാജാക്കന്മാർ ഒന്നിച്ചു വാഴുവാൻ സാധിക്കത്തില്ല. ദൈവമക്കൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ യേശു രാജാവായി വാഴുകയാണ്. യേശു രാജാവായി അവരുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ പിശാചിന് അവരിൽ കയറി വസിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ദൈവമക്കളിൽ പിശാചിന് വസിക്കുവാനായി സാധിക്കത്തില്ല. പക്ഷേ പിശാചിന് അവരെ കൺട്രോൾ ചെയ്യുവാനോ അവരെ ദണ്ഡിപ്പിക്കുവാനോ പീഡിപ്പിക്കുവാനോ ഒക്കെ സാധിക്കും. അവസരം ലഭിച്ചാൽ, നമ്മൾ അതിന് അനുവാദം കൊടുത്താൽ അവ പ്രവേശിക്കും. നമ്മൾ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അവ കൺട്രോൾ ചെയ്യുവാൻ, പീഡിപ്പിക്കുവാനായിട്ടൊക്കെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ ദൈവത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ ശിഷ്യനായിരുന്നു യൂദ. ആ യൂദയിൽ സാത്താന് ഒരു ചിന്ത കൊണ്ടിട്ടു. ആ സാത്താന്റെ ചിന്തയ്ക്ക് അവൻ സ്വീകരണം കൊടുത്തപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ദിവസങ്ങളിൽ വളരെ ദുഃഖകരമായൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. തിരുവനന്തപുരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പൈശാചികമായ ആ പ്രവർത്തനങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തതിനാൽ ആ ഭവനത്തിലുണ്ടായ വലിയ അതിക്രമം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ദൈവത്തെ അറിഞ്ഞ വ്യക്തിയായിരുന്നു. ആ കുടുംബം ദൈവത്തിന്റെ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു എന്നാണ് അറിയുന്നത്. എന്നാൽ ഏതോ കാരണവശാൽ പിശാചിന് ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഒരു ഗേറ്റ് തുറന്നു കിട്ടി.
അങ്ങനെ അവൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഈ ലോകത്തിൽ 2 രാജ്യങ്ങളുണ്ടെന്ന് കർത്താവ് തന്നെ പറയുന്നു. മനുഷ്യരെ അവരുടെ ഭാഗത്താക്കുവാനായി പ്രവർത്തിക്കുന്ന 2 രാജ്യങ്ങളുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെയും പറഞ്ഞിട്ടുണ്ടല്ലോ, സാത്താനെ പുറത്താക്കുകയാണെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന്. അപ്പോൾ സാത്താൻ ഒരു രാജ്യമുണ്ട്, ദൈവത്തിന്റെ രാജ്യമുണ്ട്. ദൈവം നമ്മൾ വായിച്ചാൽ മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദ സെൻട്രൽ പീസ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. മത്തായിയുടെ സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത് കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ്. മർക്കോസും ലൂക്കോസും പറഞ്ഞിരിക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത് കിങ്ഡം ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും അർത്ഥമെന്ന് പറയുന്നത് ദൈവാധിപത്യം മനുഷ്യരിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ ദൈവാധിപത്യം സ്ഥാപിച്ച് ആ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു അനുഭവത്തിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം, ആത്മീയമായ ദൈവരാജ്യമുണ്ട്, അക്ഷരികമായ ദൈവരാജ്യമുണ്ട്. ആ സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദെയർ, ലിറ്ററൽ ഫിസിക്കൽ കിങ്ഡം ഓഫ് ഗോഡ് ആൾസോ വിൽ ബി ദെയർ. അപ്പോൾ 2 നിലയിലും നമുക്കത് കാണുവാൻ കഴിയും. നാം ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്, ഞാന് ഏതു ഭാഗത്തായിരിക്കണം. ദൈവരാജ്യത്തിലായിരിക്കണമോ സാത്താന്റെ രാജ്യത്തിലായിരിക്കണം? ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുന്നത് വീണ്ടും ജനനത്താലാണ്. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ, ദൈവരാജ്യം കാണുവാൻ ആർക്കും സാധിക്കുകയില്ല. വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ജനനത്തിലൂടെയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. കിങ്ഡം എന്ന് പറയുന്നത് തന്നെ, അതിനെ നമ്മൾ ദൈവരാജ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കിങ്ഡം എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് 2ആയിട്ട് വായിക്കാൻ. കിങ് ഡം. കിങ് എന്ന് പറഞ്ഞാൽ ഒരു റോയൽ റെപ്രസെന്റേറ്റീവ് പേഴ്സൺ ആണ്, അധികാരമുള്ള ഒരു റോയൽ പേഴ്സൺ ആണ്, റോയൽറ്റി ഉള്ള ഒരാളിനെയാണ് കിങ് എന്ന് പറയുന്നത്. ഡം എന്ന് പറയുമ്പോൾ അതിന്റെ ഡോമിനേഷനെ കുറിച്ചാണ്, അധികാരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അധികാരമുള്ള ഒരു വ്യക്തിയുടെ ആധിപത്യമാണ് ദൈവരാജ്യം. ദൈവം എന്ന രാജാവ്, ആ അധികാരമുള്ള ആ രാജാവ് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം നടത്തുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം ദൈവരാജ്യത്തിലാണ്. എന്നാൽ ഇരുളിന്റെ അധികാരിയായ പിശാച് ആധിപത്യം നടത്തുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്താൽ അവന്റെ ആധിപത്യമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നാം ആണ് തീരുമാനിക്കേണ്ടത്, ഞാന് ഏത് രാജ്യത്തിലായിരിക്കും. ദൈവരാജ്യത്തിലായിരിക്കുന്നവർ ഒടുവിൽ ദൈവത്തോടുകൂടെ സന്തോഷകരമായി നിത്യത അനുഭവിക്കുമ്പോൾ, സാത്താന്റെ രാജ്യത്തിലായിരിക്കുന്നവർ ആ സാത്താനോടുകൂടെ അഗ്നി നരകത്തിലേക്ക് പോകുവാനിടയാകും. സാത്താനെ സേവിച്ചതായ ഒരു ചെറുപ്പക്കാരന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒടുവിൽ അവന്റെ ജീവിതം പരാജയപ്പെട്ട് അവനിപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നു. അവൻ രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകുകയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആ സാത്താനെ സേവിക്കുന്നതിന്റെ പ്രത്യേകത അതാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ ഏത് രാജ്യത്തിലായിരിക്കണം. ഈ രാത്രിയിൽ നമ്മൾക്ക് ഈ തിരുവചനം കണ്ടിന്യൂ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അടുത്ത ക്ലാസ്സിൽ നമുക്കത് തുടരാം ദൈവം അനുവദിച്ചാൽ. ഈ രാത്രിയിൽ നമ്മെ തന്നെ നമുക്കൊന്ന് സ്വയപരിശോധന ചെയ്യാം. ഞാന് ഏത് രാജ്യത്തിലാണ്? പിശാചിന് എന്റെ ജീവിതത്തെ ഡാമേജ് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ കേട്ടല്ലോ. ഏതെങ്കിലും നിലകളിൽ എന്നെ ശാരീരികമായിട്ടോ ഭൗതികമായിട്ടോ ആത്മീകമായിട്ടോ പിശാച് ഡാമേജ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്നെ ഉദ്ധരിച്ചു വിടുവിക്കുവാൻ വന്നവനാണ്
രാജാതി രാജാവായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു എന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ ആ സാധനങ്ങളെല്ലാം എന്നിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്നെ ദൈവരാജ്യത്തിലാക്കും. എനിക്ക് ആ ദൈവരാജ്യത്തിന്റെ അനുഭവം വേണം. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭവനത്തിൽ അതുണ്ടോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ ആ സാത്താന്റെ അധീനതയിലാണ്. അതിൽ നിന്ന് വിടുവിക്കുവാൻ യേശു ശക്തനാണ്. അവൻ ഇന്നും നമ്മെ ശുശ്രൂഷിക്കുന്ന ആ നല്ല ആ ശുശ്രൂഷകനായി നമ്മോട് സമീപയുണ്ട്. ആ കർത്താവിന്റെ അരിയിലേക്ക് കടന്നു ചെല്ലുക. അവന്റെ രാജ്യത്തിൽ പ്രവേശിച്ചിട്ട് ആ ദൈവരാജ്യത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് സന്തോഷകരമായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കർത്താവെ, ഈ രാത്രിക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അല്പസമയം നിന്റെ വചനത്തിന് മുമ്പിലായിരിക്കാൻ ഇടയായതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിനക്ക് പ്രസാദമുള്ള ആ ദാസന്മാരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങൾ കർത്താവെ ആ ദൈവരാജ്യത്തിലായിരിക്കുവാനും ദൈവത്തിന്റെ അധീനതയിൽ, ദൈവത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ ഞങ്ങൾക്കായിരിക്കാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സാത്താന്റെ ഒരു ആധിപത്യവും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഏറിയയിലും ഉണ്ടായിരിക്കുവാൻ ഇടയാകല്ലേ കർത്താവെ. ഞങ്ങൾക്ക് രണ്ട് രാജ്യത്തിലായിരിക്കാൻ സാധിക്കത്തില്ലല്ലോ. ഞങ്ങൾക്ക് രണ്ട് രാജാക്കന്മാരുടെ കീഴിലായിരിക്കുവാൻ സാധിക്കത്തില്ലല്ലോ. ഞങ്ങൾക്ക് സാത്താന്റെ രാജ്യത്തിലാകണ്ട. ഞങ്ങൾക്ക് ദൈവരാജ്യത്തിലാകണം. ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലാകണം. ആ ദൈവരാജ്യത്തിന്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കണം. അതിനായിട്ട് ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.